അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറുത്തല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടായ, ഇനി ഒരിക്കലും വീടില്ല എന്ന് ഉറപ്പിച്ച ഭീമമായ തുക കടങ്ങൾ പോലും വീട് കിട്ടിയ, ചൊല്ലിയാൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്ന, എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ, ഞാൻ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ദുആ ചെയ്യാൻ പറയുന്നത് കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടുമാണ്. ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ, ജീവിതം വളരെ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ദാരിദ്ര്യത്തിലാണ്, കടത്തിലാണ്, ജോലിയില്ല, കച്ചവടമാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നില്ല, ബിസിനസ് തകർച്ചയിലാണ്, കടം കൂടി വരികയാണ്, ഉള്ള സമ്പത്തിൽ ബറക്കത്തില്ല, വീട്ടിൽ ഐശ്വര്യമില്ല, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ധാരാളം ആളുകൾക്കും ഉള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലേ? കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. പണത്തിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിൽ നല്ല ബറക്കത്തും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സമ്പത്ത് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് വളരെ വിഷമത്തോടുകൂടിയും പ്രയാസത്തോടുകൂടിയും പറഞ്ഞു, നബിയെ, ഞാൻ ജീവിതത്തിൽ വളരെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. കാരണം ഞാൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, വലിയ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, വളരെ വിഷമത്തിലാണ് നബിയെ. എനിക്ക് അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണം എന്ന് ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, ഞാൻ നിനക്ക് ഒരു തസ്ബീഹ് പറഞ്ഞു തരാം. ഈ തസ്ബീഹിന് സുബ്ഹിക്കാണ് ചൊല്ലേണ്ടത്. സുബ്ഹി സമയത്ത് നീ 100 പ്രാവശ്യം ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നതിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, നീ ഇത് മുടങ്ങാതെ ജീവിതത്തിൽ പതിവാക്കിയാൽ സമ്പത്ത് നിന്നെ തേടി വരും എന്ന്. ജീവിതത്തിൽ നിനക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും സുബ്ഹിക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങരുത്. സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത്. ഒരു സ്വാലിഹായ മനുഷ്യനും സുബ്ഹിക്ക് കിടന്നുറങ്ങുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുബ്ഹിക്ക് എണീക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഒരിക്കലും സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, സുബ്ഹിക്ക് ശേഷം സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുടെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിക്കുന്നതാണ്. അങ്ങനെ ശൈത്താൻ ചെവിയിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അന്നത്തെ ദിവസം ശൈത്താൻ്റെ കയ്യിലാകും. ശൈത്താൻ്റെ തീരുമാനത്തിലൂടെയായിരിക്കും ആ മനുഷ്യൻ്റെ അന്നത്തെ ദിവസം മുന്നോട്ട് പോകുക. അതായത് ആ ദിവസത്തിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാകില്ല,
നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ജോലികൾ ചെയ്തു തീർക്കണമെന്ന് കരുതിയിട്ടുണ്ടോ, അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല. നമ്മുടെ ആ കാര്യങ്ങളുടെയൊക്കെ ബാലൻസ് പോകും. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും നമ്മൾ വീഴാതെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ കഴിയുന്നത്, നമ്മെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ചെവിയാണ്. അതുകൊണ്ടാണ് ശൈത്താൻ ചെവിയിൽ മൂത്രമൊഴിക്കുന്നത്, നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ചെവി എന്നത് നമുക്ക് കേൾക്കാൻ മാത്രമല്ല ഉപയോഗപ്പെടുന്നത്, അത് ചെവി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ധർമ്മമാണ് കേൾവി എന്നുള്ളത്. എന്നാൽ ചെവി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ധർമ്മം നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കലാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാലിനേക്കാൾ ഭാരം വരുന്ന നമ്മുടെ ഉടലും നമ്മുടെ ശരീരമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ നമുക്ക് ബാലൻസ് ചെയ്ത് നടക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ വണ്ടി അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ അവരുടെ ശരീരത്തിന് ഒരു മുറിവോ അവരുടെ കൈക്കാലുകൾക്കൊരു പൊട്ടോ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാലോ അവർക്ക് നടക്കാൻ സാധിക്കില്ല. അവർ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെല്ലി വീഴാൻ പോകും. അത് അവരുടെ ബാലൻസ് പോയിട്ടാണ്. അത് ഇനി എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും എത്ര വലിയ ശക്തിയുള്ള ആളാണെങ്കിലും അവരുടെ ബാലൻസ് പോയാൽ അവർക്ക് പിന്നീട് നേരാവണ്ണം നടക്കാൻ സാധിക്കുകയില്ല. അവരെ ആരെങ്കിലും പിടിക്കാനില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ താഴെ വീണു പോകും. അവർക്ക് അവരുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ നട്ടെല്ലുയർത്തി എണീറ്റ് നടക്കുന്നതിൽ നമ്മുടെ ചെവിക്ക് നല്ല ഒരു പങ്കുണ്ട്. ചെവിയാണ് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശൈത്താൻ നമ്മുടെ ചെവിയിൽ മൂത്രമൊഴിക്കുന്നത്. അങ്ങനെ മൂത്രമൊഴിക്കുന്നതിലൂടെ നമ്മുടെ ആ ദിവസത്തെ ബാലൻസ് പോകും. അതായത് ശൈത്താൻ നമ്മുടെ ചെവിയിൽ മൂത്രമൊഴിച്ചാൽ നമ്മുടെ ബാലൻസ് പോയി നമ്മൾ താഴെ വീണു പോകും എന്നല്ല, മറിച്ച് നമ്മൾ ആ ദിവസം ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. നമുക്ക് നിസ്കരിക്കാൻ മടിയായിരിക്കും, പരിശുദ്ധ ഖുർആൻ ഓതാൻ മടിയായിരിക്കും, ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നത് എല്ലാം നമുക്ക് വലിയ മടിയായിരിക്കും. മാത്രമല്ല ആ ദിവസം ശൈത്താൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ആ ദിവസം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നമുക്ക് ബറക്കത്ത് ഉണ്ടാകില്ല, ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. നമ്മൾ ചെയ്ത ജോലിയെല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. കാരണം അന്നത്തെ ദിവസം അവൻ്റെ ബാലൻസ് ശൈത്താൻ്റെ കയ്യിലാണ്. അന്നത്തെ ദിവസം അവനെ കൊണ്ടു നടക്കൽ പിശാചാണ്. അതുകൊണ്ടാണ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവൻ ഉദ്ദേശിച്ചതുപോലെ അവനക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കിടന്നുറങ്ങരുത്. അങ്ങനെ ആരെങ്കിലും കിടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടി. അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഉന്മേഷമുണ്ടാകില്ല. ഇനി ഉമ്മമാരൊക്കെ വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് മദ്രസ് ഇല്ലാത്തത് കൊണ്ട് അവർ സുബഹിക്ക് എണീക്കും. സുബഹിക്ക് എണീറ്റ് നിസ്കരിച്ച് അതേപോലെ അങ്ങ് കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ അവർ ഒരു 8 മണി 8:30 ആയിട്ട് എണീറ്റ് പിന്നീടായിരിക്കും അവർ അടുക്കളയിലേക്ക് വരിക. എല്ലാ ഉമ്മമാരും ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് അവർക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ ഒരു റാഹത്തുണ്ടാകില്ല, ഒരു ഉന്മേഷമുണ്ടാകില്ല. മാത്രമല്ല അവർ ചെയ്യുന്ന ജോലിയൊന്നും അവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. അന്നത്തെ ദിവസം തന്നെ അവർക്ക് ഒരു ബറക്കത്തും ഉണ്ടാകില്ല. അതിനൊക്കെയും പ്രധാന കാരണം ശൈത്താൻ അവരുടെ ചെവിയിൽ മൂത്രമൊഴിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും
സുബ്ഹിക്ക് ശേഷം സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കലും നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും കടങ്ങൾ വീടുവാനും ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ആ തസ്ബീഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ തസ്ബീഹ് എല്ലാ ദിവസവും നീ മുടങ്ങാതെ സുബ്ഹിക്ക് ശേഷം 100 തവണ ചൊല്ലുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ പരിഹാരമാർഗം കേട്ട് അതുമായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങ് പറഞ്ഞത് പ്രകാരം എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ സുബ്ഹിക്ക് ശേഷം ആ തസ്ബീഹ് 100 പ്രാവശ്യം ഞാൻ ചൊല്ലി. അതുകൊണ്ട് നബിയെ, എനിക്കിപ്പോൾ ധാരാളം സമ്പത്ത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമ്പത്തെല്ലാം എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് തന്നിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ? കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ? നിങ്ങൾ ജീവിതത്തിൽ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണോ? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ മറക്കാതെ ഈ തസ്ബീഹ് നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം മുടങ്ങാതെ 100 തവണ ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത് ജീവിതത്തിൽ ചൊല്ലാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ദുആകളും തസ്ബീഹുകളും ദിക്റുകളും സ്വലാത്തുകളും ഒന്നും ചൊല്ലാതെ നമ്മൾ ജീവിതത്തിൽ കടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ നല്ല ഹൈറും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.